ഞാനിന്ന് ആശ്രമത്തിൽ പോയി, കാലടി ആശ്രമത്തിൽ പോയി. അപ്പം ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും ഈ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നില്ലേ, ഫുൾ ടൈം നമ്മൾ എന്താ പറയുക, സ്പിരിച്വൽ അല്ലെങ്കിൽ പോലും ആ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സാധനം നമ്മൾ ഈ ജീവിതത്തിലേക്ക് സദാസമയം കൊണ്ടു നടക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത് ഏത് തരത്തിലേക്കുള്ള സ്പിരിച്വാലിറ്റി ആണെന്നുള്ളതൊക്കെ അവരവരുടെ ഇഷ്ടം കേട്ടോ. ഹിന്ദു മതത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സ്പിരിച്വാലിറ്റി ആയാലും, മുസ്ലിംസിൻ്റെ ആണെങ്കിലും, നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ ആണെങ്കിലും സ്പിരിച്വൽ ആയിരിക്കണം. ദ വേ യു ക്യാൻ ചൂസ്. അതായത് ഏത് മോഡിലായിരിക്കണം സ്പിരിച്വാലിറ്റി. അതായത് റിലീജിയസ് തിങ്സും സ്പിരിച്വാലിറ്റിയും രണ്ട് തന്നെയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട് അല്ലേ. നമ്മളൊരിടത്ത് ശാന്തമായിട്ട് ചെന്നിരുന്ന് നമ്മുടെ മനസ്സിനെ സമാധാനപ്പെടുത്താൻ പറ്റുന്ന ഒരിടം, ആ ഇടത്തിൽ എവിടെയാണെങ്കിലും നമ്മളൊരു സ്പിരിച്വൽ ലെവലിലേക്ക് പോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സ്പിരിച്വാലിറ്റി കേട്ടോ. ഇപ്പം ചിലപ്പോൾ നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോൾ പല പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ കൂടി പോകും. പക്ഷേ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു 11 മിനിറ്റെങ്കിലും മസ്റ്റായിരിക്കണം എവിടെയെങ്കിലും. അത് ചിലപ്പോൾ ചിലർക്ക് അമ്പലങ്ങളിലായിരിക്കാം, ചിലർക്ക് പള്ളികളിലായിരിക്കാം, ചിലർ മോസ്കിൽ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കാം. എപ്പോഴേക്കോ നമ്മൾ ഒരു മെഡിറ്റേറ്റീവ് ലെവലിലേക്ക് പോകുന്നുണ്ടല്ലേ. പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴും ചില സമയങ്ങളിൽ നമ്മുടെ മനസ്സിങ്ങനെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടാവും അല്ലേ. അതുമൊക്കെ ഒരു സ്പിരിച്വാലിറ്റിയുടെ രൂപങ്ങളാണ് ഇതൊക്കെ. സ്പിരിച്വൽ അവേക്കനിങ് നമുക്കുണ്ടാകുന്നെന്ന് പറയുന്നുണ്ട്. പിന്നെ മോൾസിൽ പോകുന്നതിനെ പറ്റിയിട്ട് ലുലു മോളിൽ പോയപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു അല്ലേ, കുറച്ച് അടുത്ത് പോയി നോക്കണേ. അതെന്താണെന്ന് വെച്ചാലേ, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ ക്രക്സ് ചിലർക്കെങ്കിലും മനസ്സിലാകാതെ ഇവിടെ നിന്നൊക്കെ വെളിച്ചം വരുന്നേ. ഒരു മിനിറ്റ് കേട്ടോ, ഞാനിതൊന്ന് താത്തിടാൻ പറ്റുമോ? ശരിടാ, ഇതെങ്ങനെയാണ് കണ്ട അവരത് കെട്ടി വെച്ചിരിക്കുക. എൻ്റെ ദൈവം, പാവം ആങ്ങളെൻ്റെ അനുജനുണ്ടല്ലോ, എപ്പോൾ വന്നാലും ഒരു ചേച്ചി ഇത് അവരോട് കെട്ടി വെക്കില്ലേ എന്ന് പറയണേ. നമ്മളിത് അവർക്ക് അറിയില്ലല്ലോ, ഇവിടെ ജോലി ചെയ്യാൻ വരുന്നവർ അതങ്ങനെ കെട്ടി വെച്ചിട്ട് ഇത് കണ്ടോ, ഇതെങ്ങനെ അഴിച്ചെടുക്കും ഭഗവാനെ. എന്നിട്ട് ആ കെട്ടിൻ്റെ മുകളിൽ കൂടി വേറെ കെട്ട് കിട്ടും. അപ്പോൾ എന്ത് പറ്റുമെന്നറിയോ, ഇത് പകുതി വരെ ചെല്ലുമ്പോഴേക്കും അത് അവിടെ ചെന്നിട്ട് അവിടെ സ്റ്റക്കാവും. നോക്കി കണ്ടോ, ഇത്രേ വരുള്ളൂ. അപ്പോൾ പിന്നെയും കാരണം ആ വെളിച്ചം രണ്ട് വശത്തുനിന്ന് വരുമ്പോഴേ നമുക്കൊരു ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ ഫ്ലോ പോയി കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ, പല സ്ഥലങ്ങളിലാണ് ഞാൻ നടക്കുന്നത്. ചിലപ്പോൾ അമ്മയുടെ വീട്ടിൽ, ചിലപ്പോൾ അരവിന്ദിൻ്റെ വീട്ടിൽ, ചിലപ്പോൾ അരവിന്ദിൻ്റെ കൂടെ, ചിലപ്പോൾ മോളുടെ കൂടെ. അങ്ങനെ ഞാനൊരു നൊമാഡായിട്ട് മാറിയിരിക്കുന്നു. നൊമാഡ്സ് അറിയാമല്ലോ അല്ലേ, നൊമാഡിക്. കെട്ടിപ്പറക്കുക, അവിടെ ഇടുക. പിന്നെ എൻ്റെ വക യാത്രകൾ. ഇപ്പം ഞാൻ കൈലാസ മാനസരോവര യാത്രയ്ക്ക് പോയപ്പോൾ അതിൽ നമ്മൾ കുറച്ച് പെട്ടിയായിട്ട് പോയി. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പെട്ടികളൊന്നും വലിയ വണ്ടികളിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ ബാഗ്സ് തന്നു. അപ്പോൾ ആ ബാഗിലേക്ക് ഇട്ടു. പകുതി പെട്ടി അവിടെ ഇട്ടു. മൈ ഗോഡ്, ഇത് ആരുടെയും കുഴപ്പമില്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇങ്ങനെ നമുക്ക് എൻ്റെ മനസ്സിൻ്റെ ഒരു വിഹുലതയാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നൊമാഡിക്കായിട്ട് ഞാൻ നടക്കേണ്ടി വരുന്നതെന്ന് അറിയില്ല. ഒരു സമയത്തിൻ്റെ ആയിരിക്കുമല്ലേ, നിങ്ങൾക്കെന്ത് തോന്നുന്നു? പക്ഷെ ആസ്വദിക്കുന്നുണ്ട്, ചില സമയത്ത് ആസ്വദിക്കുന്നുണ്ട്. ചില സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ എവിടെയാണ്, അപ്പൂപ്പൻ താടി പോലെ ഇങ്ങനെ പറന്ന് നടക്കുകയാണല്ലോ എന്ന്. അപ്പോൾ ആരോടോ ഞാൻ പങ്കുവെച്ചപ്പോൾ ഇത്തിരി സ്പിരിച്വലായിട്ടുള്ള ആളോട് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഇതാണ് റൈറ്റ് വേ. അപ്പൂപ്പൻ താടി പോലെ പറന്ന് നടക്കാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ, മനസ്സിനും ശരീരത്തിനും ഒക്കെ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ യു ഹാവ് അറ്റൈൻഡ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു. ശരി, ഇന്നത്തെ എൻ്റെ ടോപ്പിക്കേ ലുലു മോളിനെ പറ്റി തന്നെയാണ്. ലുലു മോളിൽ ഒരുപാട് കടകളുണ്ടല്ലേ. ഞാൻ ചില സാധനങ്ങൾ, ചെരുപ്പ് വാങ്ങിക്കാനായിട്ട് ബെർക്കിൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞ കടയിൽ പോവും. അത് ഞാൻ അമ്മയ്ക്കും, എൻ്റെ ബ്രദർ എപ്പോഴും അത് യൂസ് ചെയ്യണം കേട്ടോ. അമ്മയ്ക്കും അവനതാ വാങ്ങിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അമ്മയ്ക്ക് ഇത് ഇഷ്ടമായി. അപ്പോൾ കുറേ നാളുകളായിട്ട് അത് മാറ്റിയിട്ടില്ലായിരുന്നു. ഇവിടുത്തെ പട്ടി എടുത്തുകൊണ്ട് പോയി അത് കടിച്ച് പറിച്ച് താഴെ ഇട്ടിരുന്നു കേട്ടോ. റബ്ബറിൻ്റെ ചെരുപ്പ്. പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ് അത്, പക്ഷേ ഇട്ടാൽ ഭയങ്കര കംഫർട്ടബിളാണ്. അമ്മ ഒരു 5 വർഷം അത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അമ്മ എന്ത് ചെയ്തെന്ന് പറയാം, അച്ഛനമ്മയും ഭയങ്കര കറക്റ്റായിട്ടാണ് ജീവിക്കുന്നത്. ഇവിടെ ഒരു കോബ്ലറുണ്ട്, ചെരുപ്പ് കുത്തി അവിടെ പോയിട്ട് തുന്നിച്ചു. അത് അറിയില്ല, നല്ല വൃത്തിയായിട്ട് ചെയ്തു കൊടുത്തു. വളരെ തുച്ഛമായിട്ടുള്ള 100 രൂപയ്ക്കുള്ളിലെങ്കിൽ വാങ്ങിയിട്ടുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇതൊക്കെ നമ്മൾ 1000-ഉം 5000-ഉം ഒക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന ചെരുപ്പാണ് അവർ തുന്നി തരുന്നത് അല്ലേ. അത് തുന്നി അച്ഛനത് പറഞ്ഞ് നല്ലതാണല്ലോ, അറിയില്ലല്ലോ എന്ന് പറഞ്ഞത് കുറേ നാൾ അച്ഛനല്ല അമ്മ ഇട്ടുകൊണ്ട് നടന്നു.
അപ്പം ഞാൻ എപ്പോഴും ഞാൻ ചെരുപ്പ് വാങ്ങിക്കാൻ പോകുമ്പോൾ ഞാൻ അമ്മയ്ക്ക് മേടിക്കാമെന്ന് കരുതി ഞാൻ അമ്മയ്ക്ക് വാങ്ങിച്ചു. എനിക്ക് കാലിൽ ഒത്തത് കിട്ടുന്നില്ല. ലൈക്ക് എനിക്ക് വേണ്ട കളറ് എനിക്ക് വേണ്ടുന്ന അത് ഇല്ല. ഞാൻ ചെരുപ്പെല്ലാം അവിടെ വെച്ചിട്ട് വന്നു. ആസ് യൂഷ്വൽ അബുദാബിയിലാണ് എൻ്റെ ചെരുപ്പ്. അപ്പോൾ ഞാനിവിടെ യൂഷ്വലായിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ചെരുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പോയത്. എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങ് പോകും. എൻ്റെ മനസ്സിലുണ്ടല്ലോ ഒരെണ്ണം, വേഗം അത് പിക്ക് ചെയ്യും, പേ ചെയ്യും, തിരിച്ച് വേറെ എന്തെങ്കിലും ലുലുവിൽ കയറി മീൻ വാങ്ങിക്കണം എന്നാണെങ്കിൽ അവിടെ പോയിട്ട് അങ്ങനെ വരും. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് ഭയങ്കര വിശന്നിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന്. എന്തായിരുന്നു, എവിടെയോ പോയിട്ട് വരികയായിരുന്നു. എന്തായിരുന്നു ആ സാരി ഷൂട്ടിങ്ങിന് പോയതാ സൽഹാസിൽ. അത് കഴിഞ്ഞിട്ട് സാരിയൊക്കെ എടുത്ത് അതൊരു പ്രത്യേക സന്തോഷമാണ് എനിക്ക്. അതിനാണ് അതൊക്കെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴേ ലുലുവിൽ കയറിയിട്ട് ഒറ്റയ്ക്ക് ഇരുന്നാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. എന്തുമായിരുന്നു, നൂഡിൽസ് എന്തോ വാങ്ങിച്ച് കഴിച്ചു പാരഗണിയിൽ നിന്ന്. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഭയങ്കര ക്രൗഡ്. വ്യാഴാഴ്ചയാണേ. അപ്പോൾ വ്യാഴാഴ്ച ഞാൻ വെജിറ്റേറിയനുമാണ്. അപ്പം ഞാൻ പെട്ടെന്നൊരു നൂഡിൽസ് ഓർഡർ ചെയ്ത് അത് കഴിക്കുക. അതിനകത്ത് ആ സമയത്തിൽ ഞാൻ ആർക്കോ ഫോൺ ചെയ്തുകൊണ്ടിരുന്നു ഒറ്റയ്ക്കായതുകൊണ്ട്. പിന്നെ അത് പേ ചെയ്തു. അങ്ങനെ ഞാൻ എന്നെ തന്നെ മാത്രം ശ്രദ്ധിച്ചിട്ട് വരുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയത്, നമുക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല. നമുക്ക് തോന്നുന്നില്ല അതിനകത്ത്. നമുക്ക് ആവശ്യമുള്ളത് പോയി എടുക്കുക, വരിക, അങ്ങനെ പോരുക. അത്രയാണ് നമ്മളിപ്പോൾ ഈ പ്രായമുള്ളവരായതുകൊണ്ടായിരിക്കും, നമുക്ക് വേറെ ഒന്നും ആയിരിക്കില്ല മനസ്സിൽ. ഇത് വേഗം ജോലി ചെയ്തിട്ട് അടുത്ത പണി അങ്ങനെയായിരിക്കും. ഈ കുട്ടികൾ സ്കൂളിലേക്കും കോളേജിലേക്കും എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന കുട്ടികൾ എന്നെ കണ്ണിൽപ്പെട്ടതാണ് കേട്ടോ. ഒത്തിരി നേരം കൊണ്ട് കൈകോർത്ത് പിടിച്ച്, യെസ് മേ ബി അവർ പ്രേമബദ്ധരായിരിക്കാം, അല്ലെങ്കിൽ കാഷ്വൽ ഡേറ്റിംഗ് ആയിരിക്കാം, അതൊക്കെ അവരുടെ വിഷയം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, പഠിപ്പിക്കാൻ വിടുന്ന അച്ഛനും അമ്മയും അവരറിയുന്നുണ്ടാവില്ല. പിന്നെ അങ്ങനെ ഒരു ചെക്ക് മോഡൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. സർക്കാർ സ്കൂളിലൊക്കെയാണ് 12th പഠിക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അവിടെ ചെന്നില്ലെങ്കിൽ അവർ വിളിച്ച് പറയുമോ, അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. സോ ഇവർ ചാടി വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ അമ്മയുടെയോ അച്ഛൻ്റെയോ പോക്കറ്റിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് വരുന്നതായിരിക്കാം പൈസ. ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ആലോചിച്ച് പോയില്ലേ ഈ കുഞ്ഞുങ്ങൾ സമയം വേസ്റ്റ് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ പോലെ പിടിച്ചിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇടുകയുണ്ടായി. ഇൻസ്റ്റഗ്രാമിൽ ഇട്ടു, ഒരുപാട് വ്യൂസ് കിട്ടി. അതിന് 25,000 പേരൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിൽ ഞാൻ ഇട്ടു. ഇതിൽ പിന്നെ എനിക്ക് കുറച്ച് പേരല്ലേ കാണുള്ളൂ യൂട്യൂബിൽ. പക്ഷെ കാണുന്നവരെല്ലാം പറഞ്ഞു, ചേച്ചി പറഞ്ഞു ശരിയാണെന്ന്. നോക്ക്, ഞാനിത് അവരോട് പണം സമാഹരിക്കാൻ പറഞ്ഞല്ല ലുലുക്കാരോട്. ഒരു സോഷ്യൽ മോറൽ റെസ്പോൺസിബിലിറ്റി അല്ലേ, നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഇതിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ആ പ്രായത്തിൽ അവർ ഇത് തന്നെ ചെയ്യുള്ളൂ. അവരിത് ചെയ്തില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഡേറ്റിങ്ങും പ്രേമബദ്ധരാകുന്നതൊക്കെ സ്വാഭാവികം. പക്ഷേ നമുക്ക് പഠിക്കാൻ തരുന്ന സമയം, അല്ലെങ്കിൽ പഠിക്കേണ്ടുന്ന സമയം നമ്മൾ ഉപയോഗിക്കാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും ദൈവമേ അന്ന് ക്ലാസ് കട്ട് ചെയ്ത് ഇങ്ങനെ സിനിമയും കണ്ട് നടന്നത് കൊണ്ടാണല്ലോ എനിക്കിപ്പം ഇങ്ങനെ വന്നത് എന്ന് വിചാരിച്ചേക്കാം. അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമല്ല മുന്നേറുന്നത്, പക്ഷെ വിദ്യാഭ്യാസം മുന്നേറാൻ ആവശ്യമാണ് പല കാര്യങ്ങളിലും. അപ്പോൾ നമുക്കതൊരു അടിസ്ഥാനം, അതായത് ഇനി അങ്ങോട്ടേക്ക്, പണ്ടൊക്കെ ആൾക്കാർ വിദ്യാഭ്യാസം ഇല്ലാത്തവരുമുണ്ട്, അവരും മുന്നേറുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എന്തൊക്കെയാണ്, ടെക്നോളജി വളർന്ന സമയമാണ്, അതറിഞ്ഞിരിക്കണം. ഹൗ ടു യൂസ് ദ ടെക്നോളജി യൂസ് ചെയ്യാൻ ഇംഗ്ലീഷ് അറിയണമല്ലോ. കാരണം അതിനകത്ത് പറയുന്നതെല്ലാം ഇംഗ്ലീഷിലായിരിക്കും. കുറച്ചെങ്കിലും അറിയണ്ടേ? ഓക്കെ, എന്നാൽ മലയാളത്തിലുള്ള ടെക്നോളജി ഉണ്ട് ചേച്ചി. ഓക്കെ, മലയാളം ആണെങ്കിലും നമുക്ക് അതറിയാനുള്ള അവഗാഹം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മിനിമം പ്രാഥമിക വിദ്യാഭ്യാസം നമുക്ക് വേണ്ടേ? ഇന്നത്തെ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 12th എങ്കിലും വേണ്ടേ? ഇതൊക്കെ ഒന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഇങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാമല്ലോ. എനിക്ക് അവിടെ പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റില്ല, കാരണം അവർ പിടിച്ച് അടിച്ചേക്കും. വല്ല MDMA അങ്ങനത്തെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴേ, നമുക്ക് പറയാനേ ഒക്കില്ല. അപ്പോൾ ഈ മോൾസിലേക്കൊക്കെ വരുന്ന ആളുകൾ, പിന്നെ ഒന്നാമത് ചൂടുകാലമാണെങ്കിൽ ഫുൾ ടൈം AC ഇട്ടിട്ട് ആയിരിക്കുമല്ലോ മോൾസ്. അപ്പം ചൂട് തടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കയറിയിരിക്കും. അപ്പോൾ ഈ AC ഒന്നും പോരാണ്ട് വരും. അത്ര ലക്ഷക്കണക്കിന് ആളുകൾ അതിനകത്ത് കയറുന്നത്. അപ്പോൾ ഈ വാങ്ങാൻ വരുന്നവരും, പിന്നെ ഇതുപോലെയുള്ള ചെരുപ്പ് കടകൾ നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നവർക്കും, അല്ലെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മേക്കപ്പ് സാധനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിൽക്കുന്നവർക്കും ഒക്കെ കച്ചവടം നടക്കണം അല്ലേ? ഈ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരൊന്നും വാങ്ങിക്കാനൊന്നും പറ്റുന്നില്ല, അവരെ കൊണ്ട് അഫോർഡ് ചെയ്യാനും പറ്റില്ല.
അതല്ല ഞാൻ പറയുന്ന, ഈ കുഞ്ഞുങ്ങൾ അവർ സന്തോഷിക്കേണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ചിലർ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ അടിയിൽ വന്നിട്ട് പറയുകയാണേ കമൻറ്റ്, അതായത് ചേച്ചി പിള്ളേർക്ക് സന്തോഷിക്കണ്ടേ, നിങ്ങളുടെ കാലത്ത് സന്തോഷിക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള അസൂയല്ലേ, ഇതൊക്കെയാണ് ചോദിക്കണേ. ഇപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാളല്ലേ. എനിക്ക് ആ സമയങ്ങളിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ സന്തോഷിച്ചിട്ടുള്ളതെന്ന് ഞാൻ സോഷ്യൽ മീഡിയയിലോ ഇൻസ്റ്റഗ്രാമിലോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇപ്പോഴും എല്ലാ സന്തോഷങ്ങളും നമ്മളാരും ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ പോസ്റ്റ് ചെയ്തിട്ടല്ലല്ലോ ജീവിക്കുന്നത്. എത്രയോ ആളുകൾ, ഇപ്പം ഞാൻ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും പ്രസൻസ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ അല്ലേ, പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റഗ്രാം ചെയ്യുന്നുണ്ട്. സോ എൻ്റെ പ്രസൻസ് കുറച്ചെങ്കിലും എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ എൻ്റെ 18 ഇയേഴ്സിലും 20 ഇയേഴ്സിലൊക്കെ എങ്ങനെയായിരിക്കാം എൻ്റെ ആഘോഷങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ജീവിതമോ എന്ന് അറിയാത്തവർ എനിക്ക് അസൂയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക അല്ലേ? ആ കുട്ടികളിപ്പം എന്നോട് പറഞ്ഞത് എനിക്ക് അസൂയാണെന്ന് പറഞ്ഞ ആൾ ഒരു ഫേക്ക് ഐ ഡിയിൽ നിന്നാണ്. പക്ഷെ ഞാൻ ഒരു അനുമാനമാണ് എൻ്റെ, മിക്കവാറും ഒരു 25-30 വയസ്സൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ ഒക്കെ ആയിരിക്കും അങ്ങനെ ഇടുന്നത്. കാരണം അവരായിരിക്കാം ഈ വലിയ പണച്ചെലവില്ലാതെ ഒരു ഗേൾ ഫ്രണ്ടിനെ കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലമാണ് ലുലു മാള് അല്ലെങ്കിൽ ഒരു സിനിമ, അവിടത്തെ എന്ന് വിചാരിച്ചായിരിക്കാം കൊണ്ടുപോകുന്നതും പിടിക്കുന്നതും. സിനിമ കണ്ടിട്ട് പോകുന്നവരൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, അത് അവർക്ക് പൈസയാണല്ലോ സിനിമ കാണാൻ വരുന്നത്. പക്ഷേ ലുലു മാളിലൊക്കെ സിനിമ കാണണമെങ്കിൽ 2 പേർക്ക് സിനിമ കാണണമെങ്കിൽ 500 രൂപ, പിന്നെ പോപ്കോണും വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ ഇനി ഒരു 500, 1000 എന്തായാലും. അതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷെ ആ സിനിമ ടിക്കറ്റോ അല്ലെങ്കിൽ ആ പോപ്കോണിൻ്റെ ടിക്കറ്റോ എന്തെങ്കിലും ഒന്ന് കാണിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. വെറുതെ നടക്കുന്നത് ആ മോളുകാർക്കും അത് നഷ്ടം തന്നെയല്ലേ. പാർക്കിംഗ് ചിലപ്പം കിട്ടത്തില്ല, അച്ഛൻ്റെ അമ്മയുടെയോ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടായിരിക്കും ചിലപ്പോൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ഈ നടക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ പാർക്കിങ്ങിൻ്റെ പൈസ അവർ മേടിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, അയ്യോ അത് വാങ്ങിക്കേണ്ടതാണ്, വാങ്ങിച്ചില്ലെങ്കിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടെന്നുള്ളത് ഞാൻ അന്ന് പറയുകയുണ്ടായി. ഇത് ഒരു വലിയ മുതലാളിയെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഞാൻ പറഞ്ഞതല്ല. ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ഒരു സാധാരണക്കാരിയായിട്ടുള്ള എൻ്റെ വീക്ഷണങ്ങളാണ് ഞാൻ പറയുന്നത്. അതിനെ അസൂയ എന്ന് പറയുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവർ പറയട്ടെ അല്ലേ, കേൾക്കുന്നവർ കേൾക്കുക. അപ്പോൾ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നെ പോലുള്ളവരുടെയും കൂടെ കടമയല്ലേ. ലൈക്ക് സമൂഹം എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ, ആ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഉള്ളതാണ് സമൂഹം. നാളത്തെ സമൂഹം എങ്ങനെ ആകണം എന്നുള്ളത് ഇന്നത്തെ ആ കുഞ്ഞുങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അവർക്ക് ചെറിയ ബാലിശമായിട്ടുള്ള ഇതുപോലുള്ള ചാഞ്ചല്യങ്ങളൊക്കെ ഉണ്ടാകാം. അത് ഹോർമോൺ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അത് ഉണ്ടാകുകയും വേണം. പക്ഷേ ടൈം കളയാതെ. അപ്പോൾ ചേച്ചി എപ്പോഴൊക്കെയാണ് വരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മാസത്തിൽ ഒരു പ്രാവശ്യം ക്ലാസ് കട്ട് ചെയ്യാതെ, അമ്മ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവാണ്, എനിക്ക് എന്തെങ്കിലും കുറച്ച് പണം തരുമോ, ലുലു മാളിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ് പോകാൻ ഉള്ള ചങ്കൂറ്റവും കഴിവും ഉണ്ടാവണം പിള്ളേർക്ക്. അത് വല്ല 2-3 മാസം കൂടുമ്പോഴാണെങ്കിൽ പോലും, എത്ര ചെറിയ ജോലി ചെയ്യുന്ന ഒരു അമ്മയാണെങ്കിൽ പോലും കൊടുക്കും. ആ മോനെ 500 രൂപയല്ലേ, നന്ദി വെച്ചോളൂ, പോയിട്ട് വരൂ എന്ന് പറഞ്ഞു. അതേപോലെ അങ്ങനെ ആയിരിക്കണം കുഞ്ഞുങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ പോകാൻ പറ്റുമോ ചേച്ചി, പേരൻസിൻ്റെ പൈസയാണ്, അങ്ങനെ പോകാൻ പറ്റില്ലെങ്കിൽ ബീച്ച്, പാർക്ക്, പണ്ട് ഇതൊക്കെ തന്നെയായിരുന്നു. അല്ലാതെ മോൾസിൽ കയറി ഇറങ്ങി നടന്ന് അവിടെയും ഒരു കൺജഷൻ ഉണ്ടാക്കി അവിടുത്തെ കടക്കാർക്ക് നഷ്ടം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എവറിത്തിങ് ഈസ് കമേഴ്ഷ്യൽ. ഇന്നൊന്നും ഫ്രീ ലഞ്ച് ഇല്ല കേട്ടോ, ഒരിടത്തും ഫ്രീ ലഞ്ച് കിട്ടില്ല. സോ ഇറ്റ്സ് ബെറ്റർ, ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു വൈരുദ്ധ്യക്കേട് തോന്നേണ്ട ആവശ്യമില്ലല്ലോ. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ ഞാൻ പറഞ്ഞതിൽ? 500 രൂപ മേടിച്ച് വെക്കുക, എന്നിട്ട് അവരവിടെ പോയി വല്ല ജ്യൂസ് കുടിക്കുകയോ 500 രൂപയുടെ എന്തെങ്കിലും ബില്ല് ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടെന്ന് കാണിക്കുമ്പോൾ റീഫണ്ട് ചെയ്യുക. ഇത്രയേ ഞാൻ പറഞ്ഞോളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ക്രൗഡ് കുറയും, ആവശ്യമില്ലാത്ത വരുന്നവരുടെ ഇത് കുറയും, പിന്നെ മോളുകാർക്കും വലിയ പ്രശ്നമില്ല. ഇതൊക്കെ മെയിൻ്റനൻസ് അല്ലേ, ലാട്രിനും ബാത്റൂം ഒക്കെ യൂസ് ചെയ്യില്ലേ ഇവരൊക്കെ. സോ ജസ്റ്റ് തിങ്ക്. അല്ലാതെ കണ്ട് ഒരൊറ്റ ഇതിൽ വളരെ സങ്കുചിതമായിട്ടുള്ള ആണ് ഞാൻ എന്നുള്ള മട്ടിൽ സംസാരിക്കുന്നതിൽ കാര്യമില്ലല്ലോ അല്ലേ. എൻ്റെ സംസാരത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് സങ്കുചിതമായിട്ടുള്ള കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുട്ടികൾ സമയം പാഴാക്കാതിരിക്കുക. അത് പിന്നെ അതോടുകൂടി മോളിനും ലാഭം വേണം, നമ്മൾ വരുന്നവർക്കും കുറച്ചൊരു ഫ്രീ ആയിട്ടുള്ള ഓക്സിജൻ സർക്കുലേഷൻ വേണം അതിനകത്ത്. എന്നാലല്ലേ വാങ്ങുന്നവർ തന്നെയും വാങ്ങിക്കൊണ്ട് വരുള്ളൂ. ഞാനങ്ങനെ കറങ്ങാറില്ല. അത് കാരണം ലുലു മാളിൽ കറങ്ങാറില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ ആവശ്യമുള്ളത് അങ്ങനെ പോയിട്ട് പെറുക്കിയിട്ട് വരും. ഒരു ഇമ്മാനുവൽ സിൽക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി, ഒരു കടയുണ്ടായിരുന്നു ആ എടപ്പള്ളി സിഗ്നൽ അവിടെ തന്നെ, ഈ ലുലു ആ ജംഗ്ഷൻ്റെ അവിടെ തന്നെ ഇങ്ങനെ വളവിൽ. അവിടെ ഇങ്ങനെ തുടങ്ങിയപ്പോൾ ഷാറുഖ് ഖാനെയൊക്കെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് നമ്മളെല്ലാവരും പോയിരുന്നു കേട്ടോ. എന്തായെന്ന് വെച്ചാൽ
അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഉദ്ഘാടനത്തിനല്ല പോയത്, ഈ ഇമ്മാനുവൽ സിൽക്സിൽ മേടിക്കാമെന്ന് കരുതി പോയി. എങ്ങനെയാണ് ഇത് ഭയങ്കര ഇതാണല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഓരോരോ സ്ഥലത്തിൻ്റെതുണ്ട് അതുണ്ട് എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ മൈഗ്രെയിൻ വരും. ഇങ്ങനെ വരുമായിരുന്നു. എനിക്കൊരു 15-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും എനിക്കിങ്ങനെ ആളുകളുടെ ശ്വാസം ഇങ്ങനെ മര്യാദയ്ക്ക് സർക്കുലേഷൻ ആയിട്ടില്ലെങ്കിൽ എനിക്ക് മൈഗ്രെയിൻ വരും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതുകൊണ്ടായിരിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് ഈ കമ്പനി ഈ ഇമാനുവൽ സിൽക്ക് പൂട്ടുകയും ചെയ്തു. അപ്പോൾ ആരോ പറയണ്ടായിരുന്നു അവരുടെ എന്താ പറയുക, ഹൈറ്റ് കുറഞ്ഞു പോയെന്നോ എന്തൊക്കെയോ ഒരു പ്രോബ്ലം പറഞ്ഞിട്ട് തോന്നി. ഇത്രയും ആളുകൾ ഇടിച്ച് കയറുമ്പോൾ ഓക്സിജൻ ഹാൻഡിൽ ചെയ്യാനുള്ള അത്രയും ഇതുള്ള AC അല്ലായിരുന്നു, എല്ലാം കുഴപ്പമായിരുന്നു. പിന്നെ അത് റെക്ടിഫൈ ചെയ്യാൻ അവർക്ക് പൈസ ഉണ്ടായില്ല, അങ്ങനെയൊക്കെ പൂട്ടേണ്ടി വന്നു എന്നൊക്കെയാണ് ഞാൻ കേട്ടത് കേട്ടോ. എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല പല സ്ഥലത്തും. പക്ഷേ എനിക്ക് അനുഭവപ്പെട്ടതാണ് അവിടെ കയറിയപ്പോൾ. അത് പൂട്ടിപ്പോയി. അപ്പോൾ ലുലു മാൾ പൂട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. ലുലു മാളിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരാം. ആവശ്യമില്ലാതെ ഇങ്ങനെ ആളുകൾ തിരക്ക് കൂടിയ എത്ര ലക്ഷം ആൾക്കാരായിരിക്കും ദൈവമേ അതിൻ്റെ ഉള്ളിൽ. എന്താ അല്ലേ എന്താ പറയുക, ആ അധികൃതർ എന്തുമാത്രം. ഞാൻ പറഞ്ഞ പോലെ ലുലുവിൻ്റെ അധികൃതരല്ല ചെയ്യേണ്ടത് ചേച്ചി, ഇത് ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടതെന്ന് എന്തോ പറയണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ലുലുവിൻ്റെ അധികൃതർ ചെയ്യണം എന്ന് പറഞ്ഞത് അപ്പം ഈ ഇൻഫ്ലോ ഒരുത്തി കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. ഇനിയിപ്പോൾ അവർക്ക് അതുകൊണ്ട് ലാഭങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത്ര ആളുകൾ കയറുന്നത് കൊണ്ട് എന്താ ലാഭം? ഇപ്പം കുട്ടികളൊന്നും മേടിക്കാനൊന്നും അല്ലല്ലോ, വെറുതെ കറങ്ങാനല്ലേ, അറിയില്ല. അപ്പം എൻ്റെ ഒരു തോട്ടാണ് ഞാൻ പറഞ്ഞിട്ടോ. നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. പിന്നെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഞാൻ പറഞ്ഞതിൽ? തെറ്റില്ലല്ലോ അല്ലേ? തെറ്റുണ്ടോ? ഉണ്ടെങ്കിൽ അതും പറഞ്ഞോളൂ. അല്ലാതെ ഈ ചേച്ചിക്ക് ചെറുപ്പത്തിലെ കറങ്ങി നടക്കാൻ പറ്റാതോ ആയതുകൊണ്ടുള്ള അസൂയ കൊണ്ടാണെന്ന് ഒരുത്തൻ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞു. ഞാനത് സ്റ്റോറിയാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാ അസൂയപ്പെടുന്നത്? ഞാൻ ഇപ്പോഴും സ്വതന്ത്രമായിട്ടാണ് നടക്കുന്നത്. എനിക്ക് ആവശ്യമുള്ളതാണ് ഞാൻ ചെയ്യുള്ളൂ. മറ്റുള്ളവർ ഇത് ചെയ്തു എന്ന് കരുതി ഞാൻ പോയി ചെയ്യുമൊന്നുമില്ല ഒരു കാര്യം. അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നത് സുഹൃത്തുക്കളെ. എനിക്ക് പറയാനുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോം വെച്ചിരിക്കുന്നത്. സന്തോഷത്തോടെ കേൾക്കുക, സന്തോഷത്തോടെ കമൻറ്റ് ചെയ്യുക. ബൈ.